ഹലോ. ഹലോ വിജയ് സാർ. പറയൂ മാഡം. അസുഖം ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ലല്ലോ അല്ലേ? യാതൊരു മാറ്റമല്ല മാഡം. അതെയോ? നമ്മുടെ ഓഫീസിലെ ദീപ്തി മാഡം ഇല്ലേ? മാഡം നിങ്ങളെ കാണാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. ഓ, എപ്പോഴാ വരുന്ന പറഞ്ഞേ? ഇപ്പോഴാ പറഞ്ഞേ. അവര് പുറപ്പെട്ട് 1 മണിക്കൂറായി. എന്റെ അറിവിൽ ഉടനെ തന്നെ അവർ നിങ്ങളുടെ വീട്ടിലെത്തും. അത് പറയാൻ വേണ്ടിയാ ഞാൻ നിങ്ങളെ വിളിച്ചത്. ശരി മാഡം, അവർ വരട്ടെ, ഞാൻ നോക്കിക്കോളാം. ശരി സർ. നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. വിജയ് സർ, വിജയ് സർ, വിജയ് സർ, എന്താ ഇത്? വീട്ടിലുണ്ടെന്നല്ലേ ഓഫീസിൽ പറഞ്ഞത്? പക്ഷെ വീട്ടിലിപ്പോ ആരും ഇല്ലല്ലോ. ഡോറ് തുറന്നു വെച്ചിട്ട് എങ്ങോട്ടായി പോയേ? ശരി, അകത്ത് പോയി നോക്കാം. വിജയ് സർ, വിജയ് സർ, വിജയ് സർ, മാഡം നിങ്ങളായിരുന്നോ? വരൂ മാഡം, ഇരിക്കൂ. അതൊന്നും വേണ്ട, സാരമില്ല സാർ. ഇരിക്കുന്നേ. ശരി. ഇപ്പോ അസുഖം എങ്ങനെയുണ്ട് സർ? യാതൊരു മാറ്റമല്ല മാഡം. അല്ല, എങ്ങനെയാ സർ ഇത്രയും സീരിയസ് ആയത്? അന്നൊരു ദിവസം ചെറിയ പനിയുണ്ടായിരുന്നു മാഡം. അത് ഞാൻ സീരിയസ് ആയിട്ട് എടുക്കാതെ മെഡിക്കൽ ഷോപ്പിലേക്ക് പോയി ഗുളിക മാത്രം വാങ്ങിക്കഴിച്ച് അങ്ങനെ വിട്ടു. പക്ഷെ അത് മാറിയതേയില്ല. പിന്നെയാണ് മനസ്സിലായത് അത് ടൈഫോയിഡാണെന്ന്. ഓ, നമ്മുടെ ഓഫീസിൻ്റെ അടുത്തേ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലില്ലേ മാഡം, അവിടെയാണ് ഞാൻ 6 ദിവസം ട്രീറ്റ്മെൻറ്റ് എടുത്തത്. ഇന്നലെയാണ് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് പറഞ്ഞയച്ചത്. നമ്മുടെ കൊളീഗ്സൊക്കെ ഇന്നലെ തന്നെ വന്ന് കണ്ടിട്ട് പോയി മാഡം. നിങ്ങളാണ് ഇന്നലെ വരാത്തത്. അയ്യോ സോറി സർ. ഇന്നലെ നമ്മുടെ ഓഫീസിലൊരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് വരാൻ പറ്റാഞ്ഞത്. ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുക, വീട്ടിൽ ആരും ഇല്ലല്ലോ, നിങ്ങൾ മാത്രമേ ഉള്ളോ? വീട്ടിലെ ഒരു ജോലിക്കാരി അമ്മയുണ്ട്. അവർ രാവിലെ തന്നെ വന്ന് വീട്ടു ജോലിയെല്ലാം ചെയ്തു വെച്ചിട്ട് അവരുടെ വീട്ടിൽ പോകും. സൂക്ഷിച്ചു സർ. മാഡം, നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്കൊരു സഹായം ചെയ്യാൻ പറ്റുമോ? പറയൂ സർ. വേറൊന്നുമല്ല, ഞാനിത് ഗുളിക കുടിക്കേണ്ട സമയമാണ്. അവിടെ പുറത്ത് ടേബിളിൻ്റെ മുകളിൽ ഫ്ലാസ്കിൽ ചൂടുവെള്ളമുണ്ട്. ഒന്ന് എടുത്തിട്ട് വരാൻ പറ്റുമോ? എനിക്ക് സർ, ഞാൻ പോയി എടുത്തോണ്ട് വരാം. ഇതാ സർ. അതിരിക്കട്ടെ, നമ്മൾ
ഒരു പ്രോജക്റ്റ് ചെയ്ത് കൊടുത്തിരുന്നില്ലേ, അതെന്തായി? ആ അത് ഓക്കെ ആയി സർ. 10 ക്രോസിന്റെ പ്രോജക്റ്റാ തന്നിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളെല്ലാരും ആ പ്രോജക്റ്റാ വർക്ക് ചെയ്യാൻ പോകുന്നത്. ശരി സർ, എന്ന് ഞാൻ ഇറങ്ങട്ടെ. നിങ്ങൾ ആരോഗ്യം ശ്രദ്ധിക്കണം. ആ ശരി. എന്താ സർ ഇത്? മാഡം, എനിക്ക് കുറേ ദിവസമായിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമായിട്ടുണ്ട്. എൻ്റെ ആഗ്രഹം നിങ്ങൾ സാധിച്ചു തരുമോ? എന്താ സർ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഓഫീസ് കൊളീഗ് അല്ലേ, സുഖമില്ലാതെ കിടക്കല്ലേ എന്ന് വിചാരിച്ച് കാണാൻ വന്നപ്പോ ഇങ്ങനെയൊക്കെയാ സംസാരിക്കുക? ഛേ സർ, ഞാൻ നിങ്ങളെ ഒരു നല്ല മനുഷ്യനാന്നാ കരുതിയത്. എന്നിട്ട് നിങ്ങൾ ഇത്രയും മോശമായിട്ട്, നിങ്ങളുടെ മുഖം കാണുമ്പോൾ എനിക്ക് അറപ്പ് തോന്നുക സർ. ഛേ മാഡം 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 പ്ലീസ് മാഡം 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 നിൽക്കും മാഡം. തെറ്റേത് പോയി. മാഡം തീർച്ചയായിട്ടും എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും. ഒരു നല്ല പെൺകുട്ടിയോട് വളരെ മോശമായിട്ട് പെരുമാറിയല്ലോ. ഇവിടെ നടന്ന കാര്യത്തെക്കുറിച്ച് ഓഫീസിൽ എല്ലാവരോടും പറഞ്ഞാലോ എൻ്റെ മുഴുവൻ വിലയും പോകുമല്ലോ. ആ പറയമ്മേ, ഞാൻ ഓഫീസിലാ ഉള്ളത്. അല്ലമ്മേ, ടീ ബ്രേക്കാ, ക്യാൻറ്റീനിലാ. ഒരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിന് പുറത്തു പോകാനുണ്ട്. എന്തേലും പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ ഉടനെ പറ കേട്ടോ. അതെയോ? എന്താ അമ്മേ, ഇത് ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം പറയായിരുന്നല്ലോ. ശരി, നമുക്ക് പിന്നെ സംസാരിക്കാം. ബൈ. മാഡം, അന്ന് എന്തോ ഓർക്കപ്പിച്ചിലായതുകൊണ്ട് ഞാൻ നിങ്ങളോട് വളരെ മോശമായിട്ട് പെരുമാറി മാഡം. എന്നോട് ക്ഷമിച്ചേക്ക് മാഡം. ഇറ്റ്സ് ഓക്കെ. സത്യമാണോ മാഡം? എന്നോട് ക്ഷമിച്ചോ നിങ്ങൾ? അതെ. നിങ്ങൾ ശരിക്കുമല്ലേ പറയുന്നത്? അതെ. നിങ്ങൾ എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പോയി നോക്കിയിട്ടില്ല മാഡം. നിങ്ങൾ അറിയാതെ എന്തോ പറഞ്ഞു പോയതല്ലേ. അത് റിയലൈസ് ചെയ്ത് മാപ്പ് ചോദിക്കുമ്പോൾ നിങ്ങളോട് ക്ഷമിക്കുന്നതല്ലേ നല്ലത്, അല്ലേ?